അസാധാരണമായ തീവ്രവാദ സാഹചര്യങ്ങളെ നേരിടാനുള്ള രാജ്യത്തെ അതിസുരക്ഷാ ഏജൻസിയായ NSG അഥവാ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ യൂണിറ്റ് കേരളത്തിലും വരുന്നു. പുതിയ രാമക്ഷേത്രം സ്ഥാപിതമായ അയോധ്യയുടെ സുരക്ഷയ്ക്കും ഇന്ത്യ പാക് അതിർത്തിയിലെ പഠാൻകോട്ട് സൈനിക ക്യാമ്പിനടുത്തും യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനോടൊപ്പമാണ് കേരളത്തിലും NSG എത്തുന്നത്. അയോധ്യയിൽ ഓഗസ്റ്റോടെയും മറ്റു രണ്ടിടത്തും വർഷാവസാനത്തോടെയും സേന പ്രവർത്തന സജ്ജമാകുമെന്നാണ് നിലവിലെ റിപ്പോർട്ട്. കേരളത്തിൽ ശക്തമാകാൻ ISന്റെ ശൃംഖല തക്കം നോക്കിയിരിക്കുകയാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേരള ഘടകം കേരളത്തിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ഇത് കണ്ടെത്തി തകർത്തെന്നും നേരത്തെ NIA വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ മഹാരാഷ്ട്രയിലും കർണാടകയിലും IS ബന്ധമുള്ള ചിലരെ പിടിച്ചപ്പോൾ ഇവർ നൽകിയ മൊഴിയിലും കേരളത്തിൽ പ്രവർത്തനം നടത്തിയതിന്റെ സൂചനകളുണ്ടായിരുന്നു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ വേഷം മാറി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും തങ്ങളുടെ ആശയങ്ങൾ വൈകാരിക സംഭവങ്ങൾ ഉണ്ടാക്കാവുന്ന വേളയിൽ പ്രചരിപ്പിക്കുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തിന് എല്ലാ തരത്തിലും പിന്തുണ നൽകുന്ന സംസ്ഥാനമായി കേരളം മാറിയതിനാൽ ഇവിടെ തീവ്രവാദ വിരുദ്ധ സേനയുടെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ NSGയുടെ യൂണിറ്റ് തുടങ്ങുന്നത് എങ്കിലും ഇവയുടെ ആസ്ഥാനം കൊച്ചിയിലായിരിക്കുമോ തിരുവനന്തപുരത്തായിരിക്കുമോ എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. NSG വരുന്നതോടെ സംസ്ഥാന പോലീസും കേന്ദ്ര സേനയും ചേർന്ന് സംയുക്ത നിരീക്ഷണത്തിന് സംവിധാനമൊരുക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. മൂന്ന് സേനകളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതോടെ ഭീകരവാദത്തോടുള്ള പോരാട്ടം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഇതുവഴിയുള്ള നിലവിലെ പ്രഖ്യാപിത ലക്ഷ്യം. സംസ്ഥാന കേന്ദ്ര പോലീസുകളിലെ മികച്ച ഉദ്യോഗസ്ഥർക്കായിരിക്കും NSGയെ പിന്തുണയ്ക്കാൻ അവസരം ലഭിക്കുക എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥാപിതമായതു മുതൽ വിവിധ ഭീകര സംഘടനകളുടെ ലക്ഷ്യങ്ങളിൽ ഈ ക്ഷേത്രം പ്രധാനപ്പെട്ടതായി മാറിയെന്നാണ് നിലവിലെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. അതിനാൽ പുതിയ NSG യൂണിറ്റിൽ അത്യാധുനിക ഉപകരണങ്ങളും ഡ്രോൺ അധിഷ്ഠിത സാങ്കേതിക വിദ്യയും സജ്ജീകരിക്കുന്നു. കൂടാതെ അതിർത്തിയിലെ തന്ത്രപ്രധാന കേന്ദ്രമെന്ന നിലയിലാണ് പഠാൻകോട്ടിൽ NSG യൂണിറ്റ് വരുന്നത്. മതമൗലികവാദ ശക്തികളുടെ സങ്കേതമായും പാൻ ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പുകളുടെ ലോജിസ്റ്റിക് കേന്ദ്രമായും മാറുന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് പഠാൻകോട്ടിലും കേരളത്തിലും NSG ഹബ്ബുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഈ പുതിയ 3 ഹബ്ബുകൾ കൂടി പ്രവർത്തനക്ഷമമായാൽ രാജ്യത്തുടനീളം 8 NSG ഹബ്ബുകൾ ഉണ്ടാകും. നിലവിൽ മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ, ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ NSGയുടെ 5 മേഖലാ കേന്ദ്രങ്ങളുണ്ട്. അതിനാൽ തന്നെ കേരളത്തിലേക്കുള്ള NSGയുടെ ഈ പുതിയ ഹബ്ബ് കേരളത്തെ ഒരു തീവ്രവാദ വേരുള്ള സംസ്ഥാനമായി കേന്ദ്രം കണക്കാക്കിയിരിക്കുന്നു എന്നതിന്റെ തെളിവായി ഉയർത്തിക്കാട്ടുന്നു.